ഇതെങ്ങനെ ഇത്രയും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതെന്ന് മിക്കവാറും എല്ലാ വീഡിയോസിലും ചോദ്യം വരുന്നതാണ്. അതിന് മാത്രമൊന്നും ഇല്ലടോ, ഭക്ഷണം വളരെ കുറച്ച്, അത് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ എടുത്താൽ മതി. നമ്മൾ പ്രോട്ടീൻ എടുക്കണം, അതുപോലെ തന്നെ നമുക്ക് ഫൈബർ വേണം എടുക്കണം. അത് ചോറ് മാത്രം, എനിക്ക് മുമ്പ് ഇഷ്ടം പോലെ ചോറ് തിന്നാൻ ഇഷ്ടമാട്ടാ. അതിൻ്റെയൊക്കെ എന്താ പറയുക, 4/1 പോലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാര്യം ചോറെന്ന് പറയുന്നത് മലയാളികൾ പൊറോട്ട പോലെ തന്നെ മലയാളികളുടെ ഒരു വികാരമാണ്. ചോറ് തിന്നില്ലേ എന്ത് തിന്നാലും വിശപ്പും മാറില്ല, ഭയങ്കര ഒരു ക്ഷീണവും തോന്നിക്കും. അത് ഒരു എന്താ പറയുക, എല്ലാവർക്കും പൊതുവേ തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരാഴ്ച നമ്മൾ ഡയറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വന്നാൽ നമ്മുടെ ഫുഡ് രീതികൾ കറക്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി തന്നെ നമുക്കത് മതി എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ കമ്പനിയിലേക്ക്. അപ്പോൾ ഇത്തവണ ഓണം സെലിബ്രേഷൻ ഇല്ലായിരുന്നു. കാര്യം ബ്രോയ്ക്ക് ഒരു സർജറി. അപ്പോൾ ബ്രോ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമുക്ക് അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഡ്രസ്സെല്ലാം എടുത്ത് എല്ലാവരും റെഡി ആയിട്ടിരുന്നതാണേ. അപ്പോൾ അങ്ങോട്ട് പോകാനിറങ്ങിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ, പ്രതീക്ഷിക്കാത്തൊരു മഴയായതുകൊണ്ട് റോഡെ കുറച്ച് നേരം കയറി നിന്ന് മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് പോയത്. കണ്ട, നല്ല രീതിയിൽ അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും ഡ്രസ്സും ഒക്കെ ഒരേപോലെ ഇടാനായിട്ടൊക്കെ എടുത്തു വെച്ചാണ്. പിന്നെ ബ്രോയും കൂടെ ഇല്ലാഞ്ഞത് കൊണ്ട് നമുക്ക് സെലിബ്രേഷൻ വേണ്ടാന്ന് തീരുമാനിച്ചതാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ കുറച്ച് ദിവസം നീണ്ട അവധിയുള്ളതല്ലേ, അതുകൊണ്ടാണ് കൊറിയർ ഒന്നും ഇല്ലായിരുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് വന്നൊരു മെസ്സേജാണേ. ഒരു വളരെ ചെറിയൊരു പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്, 125 കിലോ. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിന് 8 മാസമായി. അപ്പോൾ ഡെലിവറിക്ക് മുമ്പ് എനിക്ക് ഇത്രയും വെയിറ്റ് ഇല്ലായിരുന്നു. എങ്ങനെയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. കാര്യം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ കൂട്ടത്തിൽ കൂടാം. എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം നല്ല ഉഷാറോടുകൂടി ഒരു ടീം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. 132ാമത്തെ ബാച്ചിലേക്ക് എല്ലാ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കും ഏത് ഹെൽത്ത് കണ്ടീഷനുള്ളവരാണേലും വന്നിട്ട് പോകുന്നത് അടിപൊളി റിസൾട്ടുമായിട്ടായിരിക്കും. എന്തായാലും മാഷാ അല്ലാ, നല്ലൊരു ഡയറ്റ് ചെയ്യാനും ചലഞ്ച് ചെയ്യാനും, ഒരു 30 ഡേയ്സ് ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങി നമ്മുടെ കൂടെ കൂടിക്കോ. നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ടാറ്റാ.